ചലച്ചിത്രത്തെ മേക്ക് ബിലീവ് ആർട്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. വിശ്വസിപ്പിക്കലിൻ്റെ കല. ഫീച്ചർ ഫിലിം എന്ന കഥാചിത്രത്തിൻ്റെ നിർമ്മാണത്തിലെ ഓരോ ഘടകവും പുത്തനായി സൃഷ്ടിക്കപ്പെടുകയോ വാടകയ്ക്കെടുത്ത് പ്രദർശിപ്പിക്കുകയോ ആണ് ചെയ്യാറുള്ളത്. ഈ നിർമ്മാണ പ്രക്രിയയിലെ ഒരു പ്രധാന ഘടകമാണ് സെറ്റ് പ്രോപ്പർട്ടീസ്. ഇത് ഫിലിം ഡെക്കേഴ്സ് മദ്രാസ്. ഫിലിം ഡെക്കേഴ്സ് എന്ന് പറയുന്നത് സിനിമയിൽ നിങ്ങൾ കാണുന്ന പല രംഗങ്ങളിലും ചിലപ്പോൾ ഒരു കോളനി ആയിരിക്കാം, ചിലപ്പോൾ ഒരു സ്ട്രീറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഗോഡൗണിനകമായിരിക്കാം. അത് സെറ്റ് ചെയ്യുന്നതിന് ആർട്ട് ഡയറക്ടറെ സഹായിക്കുന്നത് ഇതുപോലെയുള്ള ആളുകളാണ്. ഇവരുടെ കയ്യിൽ ഒരുപാട് പ്രോപ്പർട്ടീസ്, പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ്, ഇപ്പോൾ വലകൾ, ഇപ്പോൾ അവിടെ ശൂലം, ഇതൊക്കെ പല തമിഴ് സിനിമകളിലുമൊക്കെ കണ്ടിട്ടുള്ള ശൂലങ്ങളായിരിക്കും. വളരെ പ്രസിദ്ധമായ സിനിമയിലൊക്കെ ചിലപ്പോൾ നായകനൊക്കെ എടുത്ത് പ്രയോഗിച്ചിട്ടുള്ള ശൂലമായിരിക്കാം. ഇതുപോലുള്ള ഒരുപാട് ഗോഡൗണുകളുണ്ടാവും ഈ ഫിലിം ഡെക്കേഴ്സിന്. അവരാണ് ഈ പ്രോപ്പർട്ടീസ് സിനിമയിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ആർട്ട് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഒരു സെറ്റ് ഇടാൻ തീരുമാനിക്കുമ്പോൾ അവർ ഒരു സ്ട്രീറ്റിൻ്റെ സെറ്റാണ്, അല്ലെങ്കിൽ മദ്രാശി നഗരത്തിലെ ഒരു വളരെ തിരക്കേറിയ ഒരു സ്ട്രീറ്റ് സെറ്റ് ഇടണം, സ്ട്രീറ്റിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പ്രാക്ടിക്കലായിരിക്കില്ല. കമലഹാസനെ പോലെയോ രജനീകാന്തിനെ പോലെയുള്ള ഒരാൾക്ക് മദ്രാസിലൊരു തെരുവിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നടക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ സെറ്റുകളെയാണ് ആശ്രയിക്കുക. ആ തെരുവ്, ഇപ്പോൾ ഈ അടുത്ത് വന്ന അങ്ങാടിത്തെരു എന്ന് പറയുന്ന സിനിമയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അങ്ങാടിത്തെരുവ്, മദ്രാസ് നഗരത്തിലുള്ള ഒരു തെരുവ് സെറ്റ് ഇടുകയായിരുന്നു ആർട്ട് ഡയറക്ടർ മുത്തുരാജ്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റുകൾ ഇടുമ്പോൾ കുറേ സാധനങ്ങൾ അവരുണ്ടാക്കും, കുറേ സാധനങ്ങൾ ഇത് ഫില്ല് ചെയ്യാൻ, റിയലിസ്റ്റിക്കായിട്ട് തോന്നിപ്പിക്കാൻ ഒറിജിനലായിട്ടുള്ള കുറേ സാധനങ്ങൾ വേണ്ടി വരും. അത്തരം സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ ഉള്ള ഒരു സെക്ഷനാണ് ഈ ഡെക്കേഴ്സിൻ്റെ പ്രോപ്പർട്ടി സപ്ലയേഴ്സ് എന്ന് പറയും. ഫിലിം ഡെക്കേഴ്സ് എന്ന് പറയുന്നത് മദ്രാസിലെ ഇതുപോലെ ഒന്ന് രണ്ട് വലിയ സ്ഥാപനങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഫിലിം ഡെക്കേഴ്സ്. അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഇത് എന്തിനാണെന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ പല സിനിമകളിൽ ഉപയോഗിച്ചായിരിക്കാം, പല സിനിമകളിൽ ആവശ്യം വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ നെറ്റുകളുണ്ട്, ഇത് ഈ കുടങ്ങൾ, ഇപ്പോൾ ഒരു തെരുവിലൊക്കെ സ്ത്രീകൾ കുടവുമായിട്ട് ക്യൂ നിൽക്കുന്നത് ഈ കുടങ്ങളായിരിക്കും. നമുക്ക് തികച്ചും അപ്രധാനമാണെന്ന് തോന്നുന്ന പല സാധനങ്ങളും ഇവിടെ കാണാം. ഇപ്പോൾ ഈ ബോക്സുകൾ, ഇതേതോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ പോലെയൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ ഉപയോഗിച്ച ഇതായിരിക്കാം, ഈ ഡമ്മീസ് ആയിരിക്കാം. വനചിത്രത്തിൽ കുന്തമാവാം, ചിലപ്പോൾ ഇതൊരു നൃത്തരംഗത്ത് ഉപയോഗിച്ച ഡാൻസേഴ്സ് കയ്യിൽ പിടിച്ച കുന്തമായിരിക്കാം. ഇത് വീണ്ടും വേറൊരു സിനിമയിൽ മറ്റൊരാവശ്യത്തിന് വേണ്ടി വരുമ്പോൾ ആർട്ട് ഡയറക്ടർക്ക് ഇത് പുതുതായിട്ട് ഉണ്ടാക്കുന്ന ചിലവ് ഒഴിവാക്കാൻ ഇവർക്ക് ചെറിയ റെൻറ്റ് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് പെപ്സിയുടെ ക്രേറ്റ്സ്, ഇവിടെ നമ്മൾ തെരുവുകളിൽ അല്ലെങ്കിൽ കടകളിലൊക്കെ കാണുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ ഈ കടകൾ സെറ്റ് ചെയ്യാൻ ആർട്ട് ഡയറക്ടേഴ്സിനെ സഹായിക്കുന്നതാണ്. തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ഒക്കെ ധാരാളം ഉപയോഗിച്ചിട്ടുള്ള നായകന്മാരെടുത്ത് വീശിയ വാളാണ്. ഇത്തരം വാളുകളുടെയും കത്തികളുടെയും ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇവർക്ക്. ഇത്തരം സാധനങ്ങൾ, ഇപ്പോൾ ഇത് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളൊരു വാൾ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ ഇവരിത് ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുള്ള അത്ഭുതകരമായ വാളുകളുണ്ട് ഇവിടെ. ഇത് സമുറായി എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഒക്കെ കണ്ടിട്ടുള്ള വാളാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ഇതാണ്. എനിക്ക് വേണ്ടത് ഒരു ജപ്പാനീസ് സ്റ്റൈലാണെന്ന് തോന്നുന്നു. കണ്ടാൽ തന്നെ നമുക്ക് ഒരാളെ വെട്ടി കൊല്ലാൻ തോന്നും, അത്രയും നല്ലതാണ്. ഇത് പലതരം സാധനങ്ങളാണ്. ഇത് ഫെൻസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന തരം വാളാണ്. ഇത് അമിതാഭ് ബച്ചൻ ഉപയോഗിക്കുന്ന വാളാന്ന് തോന്നുന്നു, കാരണം വേറെ ആർക്കും ഇത് എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല, അത്രയും വലിയതാണ്. ട്രോയ് എന്ന് പറയുന്ന സിനിമയിൽ ഉപയോഗിച്ച വാളാണിതെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കിഷ്ടമായതും എൻ്റെ രൂപത്തിന് ചേരുന്നതുമായിട്ടുള്ള ഒരു വാളേ ഉള്ളൂ ഇവിടെ. എൻ്റെ സൈസിന് പറ്റും. നമുക്ക് ചേർന്നതല്ലേ എടുക്കാൻ പാടുള്ളൂ. എനിക്കിത് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ പിടിയുണ്ട്, ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു കൊലപാതകം ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ടീമിലൊക്കെ ചേർന്നിട്ട് ഇതൊന്ന് പ്രയോഗിച്ചാലോ എന്ന് തോന്നും, അത്രയും ഭംഗിയാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളുണ്ട്. ആൻറ്റിക് പോലെയുള്ള
ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങളുണ്ട്. അതേസമയം ഇതിനകത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്ന കുറേ കാര്യമുണ്ട്. കണ്ടോ, ചെറിയ മദ്യക്കുപ്പികൾ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓണർ മദ്യപിക്കുന്ന ആളായിട്ടല്ല, ഇത് ഒരു ബാർ സെറ്റപ്പ് ചെയ്യുമ്പോൾ ബാർ സെറ്റിലേക്ക് ആവശ്യമുള്ള ബോട്ടിലുകൾ ഇവിടുന്ന് പലതരത്തിലുള്ള ബ്രാൻഡുകളുടെ കാലി ബോട്ടിൽസ് കിട്ടും. ഇതിൽ ഫില്ല് ചെയ്തിട്ടാണ് ആർട്ട് ഡയറക്ടർ തിയേറ്ററിൽ ഫ്ലോറിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ പരാതി, എൻ്റെ മുറിയിൽ എൻ്റെ ഒരു ട്രങ്ക് ഉണ്ട്. ആ ട്രങ്കിനകത്ത് ഭാരതപ്പുഴയിൽ നിന്ന് കിട്ടുന്ന പെബിൾസ്, കടപ്പുറത്ത് പോകുമ്പോൾ കിട്ടുന്ന ശംഖ്, തീപ്പെട്ടിപ്പടങ്ങൾ, സ്റ്റാമ്പുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും, അമ്മയുടെ ഭാഷയിൽ കണ്ടാടി കുണ്ടാടി സാധനങ്ങൾ മുഴുവൻ ഉണ്ട് ഈ ട്രങ്കിലെന്ന് പറയും. അത്തരം ഒരു ശീലമുള്ള ആളായിരുന്നിരിക്കണം ഇതിൻ്റെ ഓണർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് വേണ്ടാത്തതായിട്ടൊന്നുമില്ല. എന്ത് സാധനത്തിനും സിനിമയിലൊരു ആവശ്യം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ സിനിമയിൽ വന്നാൽ ആ സാധനം അന്വേഷിച്ച് ആർട്ട് ഡയറക്ടർ ഇവിടെ വരും. ഇതിനകത്ത് കാണുന്നത് യൂസ് മീ ഡസ്റ്റ്ബിന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പല തരത്തിലുള്ള സാധനങ്ങളുണ്ട്. ഈ സാധനം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് കിടക്കകളാണ്. കിടക്കകൾ പോലെ തോന്നുന്നില്ല. സിനിമയിൽ ഇതിൻ്റെ ഉപയോഗം പല നടന്മാരുടെയും പല ഫൈറ്റ് ആർട്ടിസ്റ്റുകളുടെയും ജീവൻ രക്ഷിക്കുന്ന സംഗതിയാണിത്. ഈ ബെഡുകൾ ഉപയോഗിക്കുന്നത് ഫൈറ്റ് രംഗങ്ങളിൽ സമ്മർസോൾട്ട് ചെയ്തിട്ട് ആൾ താഴെ വീഴുന്നു, വലിയ ഹൈറ്റുകളിൽ നിന്ന് ജമ്പ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ജമ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഡ്യൂപ്പുകളുടെ അല്ലെങ്കിൽ ഫൈറ്റേഴ്സിൻ്റെ ശരീരത്തിന് ഒടിവും ചതവും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെഡുകൾ യൂസ് ചെയ്യുന്നത്. ഫൈറ്റേഴ്സും ഫൈറ്റ് മാസ്റ്റേഴ്സുമാണ് ഇതിൻ്റെ കസ്റ്റമേഴ്സ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവരുടെ കയ്യിൽ ഏറ്റവും പുതിയ ഒരു സാധനം വന്നിട്ടുണ്ട്. ഒരു വലിയ ബെഡ്. ആ ബെഡ് എയർ ഫില്ല് ചെയ്യുന്നതാണ്. അത് മോട്ടർ വെച്ചിട്ടാണ് അതിൽ എയർ അടിക്കുന്നത്. ഫുൾ എയർ ഫില്ല് ചെയ്തിട്ട് അതൊരു വലിയ ബലൂൺ പോലെ ആക്കി വെക്കും. വലിയ ബിൽഡിങ്ങിൻ്റെ മീതിൽ നിന്നൊക്കെ നായകന് തന്നെ നേരിട്ട് ചാടാം, ഡ്യൂപ്പില്ലാതെ ചാടാം. വലിയ ഹൈറ്റിൽ നിന്ന് ഹീറോ ചാടിയിട്ട് ഈ ബലൂണിലേക്ക് വീഴുന്ന സമയത്ത് അത് ഇൻഫ്ലേറ്റ് ചെയ്യും, അതിൻ്റെ കാറ്റഴിച്ചു വിടും. നമ്മളെപ്പോലെയുള്ള പാവം മലയാള സിനിമാക്കാർ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. തമിഴ് വലിയ ബഡ്ജറ്റുള്ള ആളുകൾ ആ വലിയ ബലൂണൊക്കെ ഉപയോഗിച്ചിട്ട് ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്യും.